ദൈവനാമത്തിന് മഹത്വം. ഇസ്രായേലിൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ് മുതൽ ചിന്തിച്ചു വരുന്നത്. അതിൽ പ്രാഥമികമായി ജാതികളുടെ കാലത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിശോധിക്കുകയുണ്ടായി. അതേ തുടർന്ന് ഇന്ന് മുതൽ നാം പഠനവിധേയമാക്കുന്നത് പീഡനകാലം അല്ലെങ്കിൽ ഉപദ്രവകാലം അല്ലെങ്കിൽ മഹോപദ്രവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ പ്രത്യേക കാലയളവിനെക്കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നാം പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ ജാതികളുടെ കാലത്തെക്കുറിച്ച് പഠിച്ചതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഗൗരവമർഹിക്കുന്നൊരു വിഷയമാണ് മഹാപീഡന കാലം. ജാതികളുടെ കാലത്തെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിമിഷമാണ്, ഒരു സമയമാണ് മഹാപീഡനകാലം അല്ലെങ്കിൽ ഉപദ്രവകാലം എന്നതുകൊണ്ടൊക്കെ ബൈബിൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ പീഡനകാലത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഇന്ന് മുതൽ ചില ക്ലാസ്സുകൾ നമ്മൾ വിശദമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ആവശ്യമായിരിക്കുന്ന കൃപകൾ ധാരാളമായിട്ട് നൽകട്ടെ. ഈ ഉപദ്രവകാലത്തെ കുറിക്കുവാനായിട്ട് അല്ലെങ്കിൽ മഹാപീഡനകാലത്തെ കുറിക്കുവാനായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ട് പഠന വിധേയമാക്കുന്നത്. അതിലൊന്നാമത്തേത് ട്രിബുലേഷൻ എന്ന പദമാണ്. ഉപദ്രവം, കഷ്ടം എന്നൊക്കെ അർത്ഥമുള്ള ത്ലിപ്സിസ് എന്ന ഗ്രീക്ക് പദമാണ് ട്രിബുലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഉപദ്രവമെന്നും കഷ്ടമെന്നുമൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ ട്രിബുലേഷൻ എന്ന ഇംഗ്ലീഷ് ആംഗലേയ പദം ഉത്ഭവിച്ചത് ട്രിബുലം എന്ന ഒരു ലത്തീൻ വാക്കിൽ നിന്നാണ്. ഈ ട്രിബുലം എന്നത് ഒരു കാർഷിക ഉപകരണമാണ്, ഒരു അഗ്രികൾച്ചറൽ ടൂൾ. അതായത് ധാന്യത്തിൽ നിന്ന് പതിര് വേർതിരിക്കാനായിട്ട്, മെതിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ധാന്യത്തിൽ നിന്ന് പതിര് വേർതിരിച്ചിരുന്നത് അന്നത്തെ കാലത്ത് ഈ ട്രിബുലം എന്ന കാർഷിക ഉപകരണം ഉപയോഗിച്ചാണ്. ഇതിനെ മെതിവണ്ടി എന്ന് യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ മെതിവണ്ടി എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ചക്രങ്ങളില്ലാത്തതായിരിക്കുന്ന ഒരു മരപ്പലകയാണ്. ഈ മരപ്പലകയുടെ അടിയിൽ കൂർത്ത കല്ലുകൾ പിടിപ്പിക്കും. ആ മരപ്പലക, കൂർത്ത കല്ലുകൾ പിടിപ്പിച്ചതായിരിക്കുന്ന മരപ്പലക ധാന്യത്തിന് മുകളിലൂടെ വലിച്ചു കൊണ്ടുപോകും. അത് കാള പോലുള്ള മൃഗങ്ങൾ ഈ പലക അങ്ങ് വലിച്ചു കൊണ്ടുപോകും. ആ സമയത്ത് അതിൻ്റെ മുകളിൽ ആളുകൾ കയറിയിരിക്കുകയോ ഭാരം കയറ്റി വയ്ക്കുകയോ ചെയ്യും. അങ്ങനെ ധാന്യത്തെയും അതുപോലെ തന്നെ പതിരിനെയും വേർതിരിക്കും. അതിനുപയോഗിക്കുന്ന ട്രിബുലം എന്ന് പറയുന്ന ആ ഉപകരണത്തിൽ നിന്നാണ്, ആ വാക്കിൽ നിന്നാണ് ട്രിബുലേഷൻ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിലും ഈ ട്രിബുലേഷൻ എന്ന വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ പല ഭാഗത്തും കഷ്ടം അല്ലെങ്കിൽ ത്ലിപ്സിസ് എന്ന വാക്ക് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവസഭയിൽ ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട് എന്നും ആ കഷ്ടങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതും ഈ പദത്തിൻ്റെ ആശയം വളരെ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിക്ക സഭയോട് പൗലോസ് സംസാരിക്കുമ്പോൾ 1 തെസ്സലോനി 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. ത്രിപ്സിസ് അഫ്ലിക്ഷനാണ്. അപ്പോൾ നാം കഷ്ടം അനുഭവിപ്പാനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുന്നുണ്ട്. അതുപോലെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒരു വേള സംസാരിക്കുന്ന സമയത്തും യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവിടെ ത്ലിപ്സിസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവസഭ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഈ മെതിക്കൽ അല്ലെങ്കിൽ ഈ ത്രഷിങ് ഉണ്ടാകുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ഓർപ്പിച്ചല്ലോ, ധാന്യത്തിൽ നിന്ന് പതിര് വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്ന ആ കാർഷിക ഉപകരണത്തിൻ്റെ പേരാണ് ട്രിബുലം എന്നുള്ളത്. അതിൽ നിന്നാണ് ട്രിബുലേഷൻ ഉണ്ടായത്. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ്, നല്ല ഫലം ഉണ്ടാകുവാനായിട്ടാണ്. എന്നാൽ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഇനിയും ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കഷ്ടത നിറഞ്ഞ ഒരു കാലത്തെ സൂചിപ്പിക്കുവാനും
ഇതേ പദം തന്നെയാണ് ട്രിബുലം, ട്രിബുലേഷൻ എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം, ത്ലിപ്സിസ് മെഗാലെ, വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. മത്തായി 24-21. ഇനി അതേ അധ്യായം 24-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിലും ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും. ത്ലിപ്സിസ്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും. വീണ്ടും വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിൽഫിയോസ്റ്റേസ് മെഗാലീസ് എന്ന ഗ്രീക്കിൽ നമ്മൾ വായിക്കുന്നത്, അതായത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അവിടെ മഹാകഷ്ടം എന്നതിന് തിൽഫിയോസ്റ്റേസ് മെഗാലീസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മഹാകഷ്ടം ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന യുഗാന്ത്യ വിജ്ഞാനീയ നമ്മൾ പഠിക്കുമ്പോൾ, എസ്കറ്റോളജി നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് ഭാവിയിൽ സംഭവിക്കുവാനായിട്ട് പോകുന്ന വലിയ കഷ്ടത്തോടുള്ള ബന്ധത്തിലും ഈ പദം തന്നെയാണ്, ട്രിബുലേഷൻ എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മത്തായി 24-29 നമ്മൾ വായിച്ചു, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ട്രിബുലേഷൻ ഓഫ് ദോസ് ഡേയ്സ്, ആ കാലങ്ങളിൽ. അപ്പോൾ അതൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു എന്ന് ആ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കഷ്ടം വളരെ ചില നാളുകൾ നീണ്ടു നിൽക്കുമെന്ന വാക്യത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. അപ്പോൾ ഈ ട്രിബുലേഷൻ എന്ന പദമാണ് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന പീഡനകാലത്തെ കുറിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന, പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദം. മറ്റൊരു പദം പരീക്ഷാകാലം, മറ്റൊരു പ്രയോഗമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പരീക്ഷാകാലം, ദി അവർ ഓഫ് ടെസ്റ്റിംഗ്, പരീക്ഷാകാലം എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഫിലദൽഫ്യ സഭയ്ക്ക് നൽകുന്നൊരു വാഗ്ദത്തമായിട്ടാണ് പറയുന്നത്. വെളിപ്പാട് 3:10 നാം ഇങ്ങനെ വായിക്കുന്നു: സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഫിലദൽഫ്യ സഭയോട് പറയുകയാണ്, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പോൾ അവിടെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ആ കഷ്ടത്തെ പരീക്ഷാകാലം, അപ്പോൾ ഇതൊരു പീഡനം, ഉപദ്രവം മാത്രമല്ല, അതൊരു പരീക്ഷയും കൂടെയാണ് എന്ന് ഈ പ്രയോഗം, ദി അവർ ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു പരീക്ഷയും കൂടെയാണ് എന്ന ആ വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പരീക്ഷാകാലം എന്ന പ്രയോഗത്തെക്കുറിച്ച് അല്പം കൂടെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാൻ ആവശ്യമായിട്ടുണ്ട്. ഈ ഫിലദൽഫ്യ സഭയ്ക്ക്, ഞാൻ ഓർപ്പിച്ചു, ഫിലദൽഫ്യ സഭയ്ക്ക് നൽകപ്പെട്ടൊരു വാഗ്ദത്തമാണ്. എന്താണ്? ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിനും ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്നുള്ളത് ഫിലദൽഫ്യ സഭയ്ക്ക് നൽകപ്പെട്ടതായിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം, ഇങ്ങനൊരു വാഗ്ദത്തം ഈ ഫിലദൽഫ്യ സഭയ്ക്ക് നൽകിയതിൻ്റെ കാരണം എന്താണ്? വാഗ്ദത്തം ഇതാണ്: ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പോൾ ഇങ്ങനെയൊരു വാഗ്ദത്തം പുതിയ നിയമ അല്ലെങ്കിൽ തെസ്സലോനിക്ക സഭയ്ക്ക് നൽകിയതിൻ്റെ കാരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാക്യം, 10-ാമത്തെ വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്നുള്ളൊരു വാഗ്ദത്തം അവർക്ക് കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു. അപ്പോൾ ഇതൊരു പ്രതിഫലമായിട്ടാണ് ഇത് വാഗ്ദത്തം ചെയ്യുന്നത്. അതായത് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്നുള്ള വാഗ്ദത്തം, അതൊരു പ്രതിഫലമായിട്ടാണ് വചനം പറയുന്നത്. ഒരു പ്രതിഫലമായിട്ടാണ് തെസ്സലോനിക്ക സഭയ്ക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. നമുക്കറിയാം, സഹിഷ്ണുത ആവശ്യമായിട്ട് വരുന്നത് കഷ്ടതയിലാണ്. നമ്മൾ റോമലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം, കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. അതുപോലെ 2 തെസ്സലോനി 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും. അപ്പോൾ കഷ്ടതയാണ് സഹിഷ്ണുത ഉളവാക്കുന്നത്. അതായത് സഹിഷ്ണുത ആവശ്യമായിട്ട് വരുന്നത് കഷ്ടതയിലാണ്. അപ്പോൾ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തതുകൊണ്ട് ഭൂതലത്തിലുള്ളവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂമിയിലുള്ളവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ
കാക്കും. അപ്പോൾ ഫിലദൽഫിയ സഭ യഹൂദന്മാരിൽ നിന്ന് നേരിട്ടതായിരിക്കുന്ന വലിയ കഷ്ടതയുടെയും ഉപദ്രവത്തിൻ്റെയും നടുവിൽ അവർ സഹിഷ്ണുതയോടുകൂടെ നിന്നു, വചനം കാത്തു, കർത്താവിൻ്റെ നാമം അവരെന്ന് നിഷേധിച്ചില്ല. അപ്പം ആ സഹിഷ്ണുതയ്ക്കുള്ള പ്രതിഫലമായിട്ട് പറയുകയാണ്, ഇനിയും ഭാവിയിൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലം. ഇതിനെക്കുറിച്ച് ലൂക്കോസ് 21:35 നമ്മൾ വായിക്കുന്നത് അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരുമെന്നാണ്. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലം എന്ന് പറയുന്നത് പീഡനത്തെക്കുറിച്ചാണ്, ഉപദ്രവത്തെക്കുറിച്ചാണ്, മഹാപീഡനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഐ വിൽ ഓൾസോ കീപ്പ് യു ഫ്രം ദ അവർ ഓഫ് ടെസ്റ്റിംഗ്. പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രയോഗം ഈ ഐ വിൽ ഓൾസോ കീപ്പ് യു ഫ്രം ദി അവർ ഓഫ് ടെസ്റ്റിംഗ്. പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഐ വിൽ കീപ്പ് യു ഫ്രം. ഓക്കെ, ഇവിടെ ഈ ഫ്രം എന്ന പ്രിപ്പോസിഷൻ അത് എക് എന്നാണ് നമ്മൾ ഗ്രീക്കിൽ വായിക്കുന്നത്. ഓഫ്, ഔട്ട് ഓഫ്, ഫ്രം, അതുപോലെ തന്നെ ബൈ, ഓൺ, വിത്ത് എന്നൊക്കെ അത് പരിഭാഷപ്പെടുത്താൻ സാധിക്കുന്ന പ്രിപ്പോസിഷനാണ്. അപ്പോൾ അത് ഞാൻ പറയുവാനുള്ള കാരണം കഷ്ടതയിൽ കാണിച്ച സഹിഷ്ണുതയുടെ പ്രതിഫലമായിട്ടാണ് പരീക്ഷയിൽ നിന്നുള്ള കാക്കപ്പെടൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടത്. കഷ്ടതയിൽ കാണിച്ച സഹിഷ്ണുതയുടെ പ്രതിഫലമായിട്ടാണ് അവർക്ക് ഈ കാക്കപ്പെടൽ വാഗ്ദത്തം ചെയ്യപ്പെടുന്നതെങ്കിൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ആ കഷ്ടത്തിൽ നിന്ന് ഏത് നിലയിലുള്ള കാക്കപ്പെടലാണ് സഭയ്ക്ക് ലഭിക്കാൻ പോകുന്നത്? അതിലകപ്പെടുത്തി കാക്കുമോ, അതിലകപ്പെടാതെ കാക്കുമോ? സഹിഷ്ണുതയ്ക്കുള്ള പ്രതിഫലമാണ്. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കണം. നമ്മൾ 3-ാം അധ്യായം 10-ാം വാക്യം ഒരിക്കലൂടെ വായിക്കുന്നു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. അപ്പോൾ ഇതൊരു പ്രതിഫലമാണ്, വാഗ്ദത്തമാണ്. അപ്പോൾ ഇനിയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാൻ പോകുന്ന ആ കഷ്ടത്തിൽ നിന്ന് എങ്ങനെയുള്ള കാക്കപ്പെടലാണ് ലഭിക്കാൻ പോകുന്നത്? ആ പ്രതിഫലം അല്ലെങ്കിൽ ആ വാഗ്ദത്തം എങ്ങനെ നിവർത്തിക്കപ്പെടാൻ പോകുന്നത്? അതിലകപ്പെടുത്തി കാക്കുമോ അതോ അകപ്പെടാതെ കാക്കുമോ? ഈ സഹിഷ്ണുതയ്ക്കുള്ള പ്രതിഫലമാകണമെങ്കിൽ, അതൊരു പ്രതിഫലമാകണമെങ്കിൽ അതിൽ അകപ്പെടാതെ കാക്കണം. പരീക്ഷയിൽ അകപ്പെടാതെ കാക്കണം. അകപ്പെട്ട് കഴിഞ്ഞാൽ സഹിഷ്ണുത ആവശ്യമാണ്. അപ്പോൾ പിന്നെ സഹിഷ്ണുതയ്ക്കുള്ള പ്രതിഫലമാകുന്നില്ല. അത് സഹിഷ്ണുതയ്ക്കുള്ള പ്രതിഫലമാകണമെങ്കിൽ അതിൽ അകപ്പെടാതെ കാക്കണം. എങ്കിൽ മാത്രമേ അത് സഹിഷ്ണുതയ്ക്കുള്ള പ്രതിഫലം ആകുകയുള്ളൂ. അപ്പോൾ ഇനിയും സഹിഷ്ണുത ആവശ്യമില്ലാത്ത നിലയിലുള്ള ഒരു കാക്കപ്പെടലാണ് ഫിലദൽഫിയ സഭയ്ക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സഭ മഹാപീഡനത്തിലൂടെ, ഈ ഉപദ്രവത്തിലൂടെ കടന്നു പോകുകയില്ല എന്നും നമുക്ക് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ പരീക്ഷ എന്നുള്ളത് പീഡനകാലം തന്നെയാണെന്ന് നമ്മൾ പറയുമ്പോൾ ഈ പരീക്ഷ, ഈ പൈറാസ്മോസ് എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കഷ്ടമെന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്ക്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ. പൈറാസ്മോസ്, പരീക്ഷ എന്നത് ഇവിടെ കഷ്ടമെന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ ഫിലദൽഫിയ സഭയ്ക്ക് വാഗ്ദത്തം നൽകുന്നത് 6-ാം അധ്യായം മുതൽ ആരംഭിക്കുവാൻ പോകുന്ന ഭൂതലത്തിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂമിയിലെങ്ങും വരുവാൻ പോകുന്ന പരീക്ഷാകാലത്തിൽ നിന്ന് നിന്നെ ഞാൻ അകപ്പെടാതെ സൂക്ഷിക്കും. അതായത് ഒരു വാഗ്ദത്തം, നീ ഭൂമിയിൽ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം കാത്തതുകൊണ്ട് അതിന് പ്രതിഫലമായിട്ട് ഇനിയും സഹിഷ്ണുത ആവശ്യപ്പെടാത്ത നിലയിലുള്ളൊരു കാക്കപ്പെടൽ നിനക്ക് ഞാൻ തരും. ഇതൊരു വാഗ്ദത്തമായിട്ട് കർത്താവ് പറയുകയാണ്. അപ്പോൾ പരീക്ഷാകാലം എന്ന പ്രയോഗം അവിടെ ഈ പീഡനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമതൊരു പ്രയോഗം നമ്മൾ കാണുന്നത് പ്രതികാരകാലം എന്ന പ്രയോഗമാണ്. പ്രതികാരകാലം, ദ ഡേയ്സ് ഓഫ് വെൻജീൻസ്, പ്രതികാരകാലം എന്ന ഒരു പ്രയോഗം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. ഈ വേദഭാഗത്തിൻ്റെ സമ്പൂർണമായ നിവൃത്തി സംഭവിക്കാൻ പോകുന്നത് മഹാപീഡനകാലത്താണ്, മഹോപദ്രവകാലത്താണ്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ
പ്രതികാരകാലമാകുന്നു എന്ന് വചനം പറയുമ്പോൾ ആ പ്രതികാരകാലം എന്നുള്ളത് പീഡനകാലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇനിയും ഭാവിയിൽ നിവൃത്തിയാകേണ്ടതായിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ആ പ്രതികാരകാലത്തിൻ്റെ സ്വഭാവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ഇനി ആ പ്രതികാരകാലത്തിൻ്റെ സ്വഭാവം, ആ കാലം എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ 23-24 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം, ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധന്മാരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. അപ്പോൾ ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരം കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെ പ്രതികാരകാലം എന്ന് വിളിക്കുന്നത്. പ്രതികാരകാലം എന്ന് വിളിക്കും. ദൈവം സഭയോട് പ്രതികാരം ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ഭോഷത്വമാണ്, മൂഢത്വമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ആ നാളുകൾ പ്രതികാരകാലമാകുന്നു എന്ന് പറയുവാനുള്ള കാരണം ഇസ്രായേലിൻ്റെ പ്രവൃത്തികൾക്ക് ദൈവം പകരം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ പ്രതികാരകാലം എന്ന് വിളിക്കുന്നത്. ഈ പ്രതികാരകാലത്തെ സംബന്ധിച്ച ചില പഴയ നിയമ പ്രവചനങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. പ്രതികാരകാലത്തെ സംബന്ധിച്ച ചില പഴയ നിയമ പ്രവചനങ്ങൾ. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ, യെശയ്യാവ് 61-ൻ്റെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ, ആ വാക്യം ഞാൻ വളരെ ഷോർട്ടായിട്ടൊന്ന് വായിക്കാം. യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഞാനത് ആ 2-3 വാക്യങ്ങൾ ഷോർട്ടായിട്ടാണ് വായിച്ചത്. അവൻ എന്നെ അയച്ചിരിക്കുന്നു. അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ളൊരു പ്രവചനമാണ്. യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ പ്രസാദവർഷമെന്നും രണ്ടാമത്തെ വരവിനെ പ്രതികാര ദിവസമെന്നുമാണ് വിളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വരവ് പ്രസാദവർഷം. ആ പ്രസാദവർഷത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഒന്നാമത്തെ വരവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? 1-ാം വാക്യവും യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും പരിശോധിച്ചാൽ ഈ പ്രസാദ വർഷത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദയം തകർന്നവരെ മുറികെട്ടി, തടവുകാർക്ക് വിടുതൽ നൽകി, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം നൽകി. പ്രസാദ വർഷത്തിൻ്റെ ഒന്നാമത്തെ വരവിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഹൃദയം തകർന്നവരെ മുറികെട്ടി, തടവുകാർക്ക് വിടുതൽ നൽകി, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം നൽകി. ഇനി ഈ രണ്ടാമത്തെ വരവിൽ പ്രതികാര ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുകയാണ് അവിടെ. രണ്ടാമത്തെ വാക്യത്തിൻ്റെ സെക്കൻഡ് പോർഷനും 3-ാമത്തെ വാക്യവും. ദുഃഖിതന്മാർക്ക് ആശ്വാസം, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാല, ദുഃഖത്തിന് പകരം ആനന്ദതൈലം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഇസ്രായേലിന് ദൈവം നൽകുന്ന ആശ്വാസത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ ഭാഗത്ത് പറയുന്നത് പ്രതികാര ദിവസം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവ്, രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് ആ പ്രയോഗം. അത് കർത്താവിൻ്റെ മടങ്ങി വരുവൻ്റെ സമയത്ത് കർത്താവ് പുനരാഗമനം ചെയ്യുമ്പോൾ ദുഃഖിതന്മാർക്ക് ആശ്വാസം ലഭിക്കും, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാല ലഭിക്കും, ദുഃഖത്തിന് പകരം ആനന്ദതൈലം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട ലഭിക്കും. അപ്പോൾ പീഡനത്തിലൂടെ കടന്നുപോയി ഇസ്രായേലിനെ ദൈവം ആശ്വസിപ്പിക്കുകയാണ്. അപ്പം മിശിഹായുടെ വരവിന് തൊട്ട് മുൻപുള്ള കാലം ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ ഒരു പ്രതികാര കാലമായതുകൊണ്ടാണ് ഇങ്ങനൊരു ആശ്വാസം അവർക്ക് വേണ്ടി വരുന്നത്. ഓക്കെ, ആ പ്രയോഗത്തെക്കുറിച്ച്, പ്രതികാരകാലം എന്ന പ്രയോഗത്തെക്കുറിച്ചും കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ഈ പ്രതികാരം എന്നതിനെ ഉപയോഗിച്ചിട്ടിരിക്കുന്ന പ്രതിക്രിയ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പണിഷ്മെൻറ്റ്, എഗ്ഡിക്കേസിസ് എന്ന് നമ്മൾ അത് വായിക്കുന്നു. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ആ പ്രയോഗത്തെക്കുറിച്ച്, പ്രതികാരകാലം എന്ന പ്രയോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. ലൂക്കോസ് 21-22 ഒന്നുകൂടെ ആ വാക്യം വായിക്കുന്നു. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതോട് ചേർത്ത് 2 കാര്യങ്ങളോടെ പരിശോധിക്കപ്പെടാൻ ആവശ്യമായിട്ടുണ്ട്. ഒന്ന്, ഈ പ്രതികാരകാലം എന്ന് പറയുന്നത് മഹാപീഡനത്തെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്, ഉപദ്രവകാലത്തെയാണോ വിവക്ഷിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപ് അങ്ങനെ ഒരു പ്രതികാരകാലമുണ്ടോ? കാരണം ഇതെല്ലാം പരിശോധിക്കുന്നതിൻ്റെ കാരണം ഇതിന് വിരുദ്ധമായിട്ടുള്ളതായിരിക്കുന്ന പഠിപ്പിക്കലുകൾ, അധ്യാപനങ്ങൾ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിലകൊള്ളുന്നത് കൊണ്ട് അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നമുക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ 2 കാര്യങ്ങളോട് പരിശോധിക്കുകയാണ്. ഒന്ന്, ഈ പ്രതികാരകാലം എന്നുള്ളത് ഉപദ്രവകാലത്തെയാണോ വിവക്ഷിക്കുന്നത്? അതുപോലെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപ് ഒരു പ്രതികാരകാലമുണ്ടോ?
ലൂക്കോസ് 21:22 നമ്മൾ വായിച്ചത് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു എന്നാണ്. ഇനി അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, 23-ാം വാക്യവും 24-ാം വാക്യവും 27-ാം വാക്യവും 28-ാമത്തെ വാക്യവും ഞാൻ വായിക്കും. 23-ാമത്തെ വാക്യം, ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം, ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. 24-ാം വാക്യം, അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധന്മാരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. അപ്പോൾ ആ നാളുകൾ പ്രതികാരകാലമാകുന്നു എന്ന് പറഞ്ഞിട്ട് ആ പ്രതികാരകാലത്ത് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, ഉപദ്രവങ്ങളെക്കുറിച്ച്, കഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് കാണും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയ്ക്ക് മുൻപ് ഭൂമിയിൽ ഒരു പ്രതികാരകാലമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയ്ക്ക് മുൻപ് ഭൂമിയിൽ ഒരു പ്രതികാരകാലമുണ്ട് എന്ന്. ഇനി ഈ 27-ാം വാക്യത്തിൽ, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണുമെന്ന് പറഞ്ഞിട്ട് 28-ാമത്തെ വാക്യത്തിൽ വീണ്ടും കർത്താവ് പറയുകയാണ്, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, ഏത് പ്രതികാരകാലമാകുന്നു എന്ന് 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട്, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. അപ്പോൾ പ്രതികാരകാലത്തിന് ശേഷം ഒരു വീണ്ടെടുപ്പുണ്ട്, നിങ്ങളുടെ വീണ്ടെടുപ്പ്. ഇത് ആരുടെ വീണ്ടെടുപ്പാണ്? ഇതൊരിക്കലും ദൈവസഭയോടുള്ള ബന്ധത്തിലല്ല, ദൈവസഭയുടെ വീണ്ടെടുപ്പിനെ കുറിച്ചല്ല അവിടെ പരാമർശിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഒന്ന് വിശദമായിട്ട് പരിശോധിച്ചാൽ നമുക്കറിയാനായിട്ട് സാധിക്കും. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ആരുടെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലൂക്കോസ് 21:28 ഒന്നുകൂടെ വായിക്കുന്നു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ആരുടെ വീണ്ടെടുപ്പാണ് പ്രതിപാദ്യ വിഷയം? ഈ പ്രാഥമിക കേൾവിക്കാരായിരിക്കുന്ന ശിഷ്യന്മാർ അതെങ്ങനെയായിരിക്കും മനസ്സിലാക്കുക? നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു എന്ന് പറയുമ്പോൾ ഈ ശിഷ്യന്മാർ, അതിൻ്റെ പ്രാഥമിക കേൾവിക്കാരായ ശിഷ്യന്മാർ അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ പരിശോധിച്ചാൽ ലൂക്കോസ് 24:21 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ വാക്കുകളാണ്. അപ്പം അവരുടെ പ്രത്യാശ എന്തായിരുന്നു? അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഞങ്ങളോ അവൻ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെക്കുറിച്ച് സംസാരിച്ച് പോവുകയാണ്. എന്നിട്ട് അത് പറയുകയാണ്, അവരിങ്ങനെ പറയുന്നത്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ പൊക്കുവിനെന്ന് 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. 21-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. 24-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ മരണശേഷം ഞങ്ങൾ വിചാരിച്ചത് അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്നാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തി 1:6 ഇങ്ങനെ വായിക്കുന്നു, അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ഒലിവ് മലയുടെ കിഴക്കേ ചെരുവിൽ നിന്നുകൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് അപ്പോഴും ശിഷ്യന്മാർ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച്, ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:6 അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവ് കൊടുത്ത മറുപടി, അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം, രാജ്യസ്ഥാപനം എന്നുള്ളത് പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലത്തും സമയത്തും അത് നടക്കും. അതിപ്പോൾ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഇതാണ് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, ഈ പ്രതികാരകാലം അത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ പൊക്കുവരെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം, ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനം, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പാണ് വിഷയം. ഇവിടെ നമുക്ക് നേരെ അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന നിയമം,
നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ പ്രാഥമിക ക്ലാസ്സുകളിൽ അത് ചിന്തിച്ചതാണ്. ഉൽപ്പത്തി 15-ന്റെ 18 മുതൽ 21 വരെ. അന്ന് യഹോവ അബ്രാമിനോടൊരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിഷ്യർ, റെഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. നിന്റെ സന്തതിക്ക്, ഈ സന്തതി ക്രിസ്തുവാണ് എന്ന് നമ്മൾ അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടത് നമ്മൾ പഠിച്ചതുമായ വിഷയമാണ്. അപ്പോൾ അതായത് അബ്രഹാമിൻ്റെ സന്തതിയായ ക്രിസ്തുവിന് കനാൻ ദേശം ലഭിക്കും. ക്രിസ്തു അവകാശമുള്ളവനായിരുന്ന ക്രിസ്തു വന്ന് രാജ്യം യഥാസ്ഥാനത്താക്കി ദാവീദിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് സിദക്കിയാവിന് ശേഷം കർത്താവ് രാജഭരണം നടത്തും. അതിനെയാണ് സഹസ്രാബ്ദ വാഴ്ചക്കാലം എന്ന് ബൈബിൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിനു മുൻപായിട്ട് തങ്ങൾ ഒരിക്കൽ തള്ളിക്കളഞ്ഞ മശിഹായെ അവർ അംഗീകരിക്കേണ്ടതുണ്ട്. തങ്ങൾ തള്ളിക്കളഞ്ഞതായിരിക്കുന്ന മശിഹായെ അവർ അംഗീകരിക്കേണ്ടതുണ്ട്. മശിഹായെ അംഗീകരിക്കുവാനായിട്ട് അവരെ ഒരുക്കുന്ന ഒരു കാലമാണ് ഈ പരീക്ഷാകാലം, ഈ പീഡനകാലം, ഈ പ്രതികാരകാലം. മശിഹായെ അംഗീകരിക്കുവാനായിട്ട് സക്കറിയ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. സക്കറിയാവ് 12-ന്റെ 10. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. അപ്പം ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, അവരെ അതിനായിട്ട് ഒരുക്കുക, അവരുടെ ഹൃദയത്തെ താഴ്ത്തുക, അവരെ അനുതാപത്തിലേക്ക് കൊണ്ടുവരിക, അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക. ആ ഒരു അനുഭവത്തിനായിട്ടാണ് ഈ പ്രതികാരകാലം ഭൂമിയിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് അവരെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഇത് ദൈവസഭയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്നൊരു വിഷയമേ അല്ല. ഈ ഉപയോഗങ്ങൾ, ഈ പുതിയ നിയമത്തിൽ പീഡനത്തെക്കുറിച്ച്, ഉപദ്രവത്തെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രതികാരകാലം, പരീക്ഷാകാലം, കഷ്ടകാലം എന്ന് പറയുന്ന ഈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് യഹൂദനെ ഒരുക്കുന്ന, അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, അബ്രഹാമിന് ദൈവം നൽകിയതായിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്കായിട്ട് വാഗ്ദത്തം ലഭിച്ച സന്തതിയായ ക്രിസ്തു വരുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കത്തക്ക നിലയിൽ അവരെ ഒരുക്കുവാനായിട്ടാണ് ഈ നിലയിലുള്ളതായിരിക്കുന്ന പീഡനം, അല്ലെങ്കിൽ ഉപദ്രവം, അല്ലെങ്കിൽ പ്രതികാരം, അല്ലെങ്കിൽ പരീക്ഷ ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒടുവിലാണ് കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കി അവർ വിലപിക്കുമ്പോഴാണ് ആകാശം തുറന്ന് വെള്ളക്കുതിരപ്പുറത്ത് 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ഇറങ്ങി വരാനായിട്ട് പോകുന്നത്. അത് ബൈബിൾ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ദൈവജനത്തിന് ബോധ്യമുണ്ട്. നാം അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. എന്നാൽ അതിനു മുൻപേ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഉൽപ്രാപണം എന്നുള്ളതായിരിക്കും സംഭവം നടക്കുന്നുണ്ട്. അത് സഭയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വിശദമായിട്ട് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ പുതിയ നിയമത്തിൽ ഈ പരീക്ഷയെ കുറിക്കുവാൻ, അല്ലെങ്കിൽ പീഡനകാലത്തെ കുറിക്കുവാൻ, ഉപദ്രവകാലത്തെ കുറിക്കുവാൻ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങളെക്കുറിച്ച് മാത്രമാണ് നാം ചിന്തിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.